friends എല്ലാവർക്കും ടെക് ഗെയിമിംഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തംബ്നെയിലും ടൈറ്റിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളുടെ വീഡിയോ എന്താണെന്ന്. ഗെയിമിംഗ് വിത്ത് പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിനായിട്ട് ഞാൻ 2 പാർട്ടിലാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ പാർട്ടിലെന്ന് വെച്ചാൽ പിക്സ് ആർട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അടുത്ത പാർട്ടിലെന്ന് വെച്ചാൽ പിക്സൽ ലാബ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞാൻ അടുത്ത പാക്കിൽ സെക്കൻഡ് പാർട്ടിൽ ഞാനൊരു പാക്കിൻ്റെ ലിങ്ക് തരേണ്ട ഒരു എക്സ്ക്ലൂസീവ് പാക്കാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പാക്കാണ് കേട്ടോ. അതെന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലത്തെ എല്ലാതും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന പിക്സ് ആർട്ടാണ്. ഞാനിതിൽ ഷോർട്ട് ടാപ്സ് എനേബിൾ ചെയ്തത് കൊണ്ട് ഞാൻ എവിടെ തൊടുന്നതെന്ന് മനസ്സിലാവും. നിങ്ങളിതിൽ എന്നിട്ട് ഈ താഴെ ഈ സർക്കിളില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൽ തൊടുക കേട്ടോ. ഇതിലൊന്ന് തൊട്ടതിന് ശേഷം നിങ്ങൾ താഴേക്ക് പോവുക കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് പോവുക. അതിന് ശേഷം ഇവിടെ ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റ് കാണാവുന്നതാണ്. ഈ ബ്ലാങ്ക് പ്രൊജക്റ്റിലൊന്നും തൊടുക. അതിന് ശേഷം നിങ്ങൾ ഏത് ഇമേജാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണേ, നിങ്ങൾ ആ ഇമേജ് എടുക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ ഒരു എക്സ്ക്ലൂസീവ് പാക്ക് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ ഇമേജ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഇമേജ് എടുക്കുന്നത് അതിന് ഇവിടെ ഈ താഴ്ഭാഗത്ത് ഇങ്ങോട്ടങ്ങൊന്ന് പോകുക, അറ്റത്തേക്ക് ഇങ്ങ് നീക്കി പോവുക. എന്നിട്ട് അന്നേരം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ഫോട്ടോ എന്ന് പറയണത്. അയ്യോ ഞാനിത് വൈറ്റ് ആക്കട്ടെ കേട്ടോ. അന്നേരം നിങ്ങൾക്ക് കാണാം ആഡ് ഫോട്ടോ എന്ന് പറയണത്. നിങ്ങൾ ആഡ് ഫോട്ടോയിലൊന്ന് തൊടുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്തായിട്ടൊന്നും കാണാനില്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത് റീസെൻറ്റിലായിരിക്കും മേളിൽ കിടക്കണത്. അവിടെ നിങ്ങൾ റീസെൻറ്റിൽ അവിടെ ഒന്ന് തൊടുക. അതിന് ശേഷം ഗാലറി എന്ന് പറയുന്നതിൽ തൊടുക കേട്ടോ. എവിടെയോ സേവ് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾ തൊടുക. അതിന് ശേഷം ഇത് സാംസങ്ങിൻ്റെ മൊബൈലായതും കൊണ്ട് ഏത് സംഭവമാണെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഗാലറി തന്നെ കൊടുക്കുകയാണ്. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഇമേജ് ഒന്ന് എടുക്കുക. ഞാനിത് എൻ്റെ ആൽബംസിലാണ് ഞാനത് കിടക്കണ പാക്ക്. എന്നിട്ട് ഞാൻ താഴേക്ക് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി. ഞാൻ എന്നിട്ട് എൻ്റെ ആ പാക്ക് ഒന്ന് നോക്കട്ടെ, ഞാൻ എവിടെയാണ് ഉണ്ടാക്കി വെച്ചെന്ന്. അതെ, ആ പാക്ക് ഇവിടെ ഉണ്ട്. ഞാനിനി ആ പാക്കിൽ നിന്ന് താഴെ ഇത് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ഇങ്ങനത്തെ കാട്ടും. അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ആഡിലൊന്ന് തൊടുക. അതിന് ശേഷം ഇതൊന്ന് കറക്റ്റ് ക്രോപ്പ് ചെയ്ത് വെക്കുക കേട്ടോ ഒന്ന്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫുൾ ഇമേജ് ഒന്നും വേണ്ട. നിങ്ങൾ ഇതിൻ്റെ ഈ പകുതി ഈ കയ്യിൻ്റെ ഈ മേൽഭാഗം മുതൽ മതി. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരു ക്രോപ്പ് എന്ന് പറയുന്നൊരു ഞാൻ ഒരു നിങ്ങളിവിടെ ഒരു ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. ഞാൻ വെള്ളയാക്കട്ടത്. ഇവിടെ ഈ ക്രോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങളൊന്ന് തൊടുക കേട്ടോ. അതിന് ശേഷം ഞാനിങ്ങനെ ക്രോപ്പിൽ തൊട്ട് വന്നിട്ട് നിങ്ങൾ ഇത്രയൊക്കെ ആക്കുക കേട്ടോ. ഞാനിത് വെക്റ്റർ ആർട്ടാണ്, വെക്റ്റർ ആർട്ടാണ് ഞാൻ കാട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു കാർട്ടൂണിഷ് ടൈപ്പ് ആയിരിക്കും. എന്നിട്ട് നിങ്ങളിത് ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒന്ന് തൊടുക. നിങ്ങൾ അവിടെ തൊട്ടിട്ട് ഇത് ഇങ്ങനെയാവും. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം വീണ്ടും അതിവിടെ തൊടുക. അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ തൊട്ടു. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അതിലൊന്ന് നിങ്ങൾ തൊടുക. അതിന് ശേഷം ഇവിടേക്ക് ഇങ്ങോട്ട് പോകുക കേട്ടോ, ആ അറ്റത്തേക്ക്. എന്നിട്ട് ഇവിടെ ഒരു സ്കെച്ച് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, സ്കെച്ചിലൊന്ന് തൊടുക. അതിന് ശേഷം ഈ സ്കെച്ച് 1 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ അതിലൊന്ന് തൊടുക കേട്ടോ. ഇത് ഇത്തിരി നെറ്റ് ഞാൻ വൈഫൈ കുറവുള്ള മുറിയിലേക്ക് പോയിരിക്കണത് കൊണ്ട് ഇത്തിരി ഇതാട്ടോ. അപ്പോൾ ഇവിടെ ഇത് ലോഡായിട്ടുണ്ട്. നെറ്റ് ഓൺ ആക്കിയിട്ടാട്ടോ ഈ എഫക്ട്സിൻ്റെ സെക്ഷനിൽ പോകണ്ടേ. എന്നിട്ട് ഞാൻ ഈ എഫക്ട്സിൻ്റെ സെക്ഷനിൽ പോയി
എന്നിട്ട് നിങ്ങളിത് ഇവിടെ ഈ എന്താ മാർക്ക് ചെയ്യണത് ഈ സംഭവം കണ്ടില്ലേ, അതിൻ്റെ നടുവിലായിട്ട് എന്തോ ചെയിൻ പോലെയല്ല, അതിനെന്താ പറയണ ആ സംഭവം ഇതിൽ തൊടുക. എന്നിട്ട് അന്നേരം എന്ത് ഇവിടെ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ലൈന്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫെയ്ഡ്. നിങ്ങൾ ഇതിൽ എന്താ തൊടേണ്ട ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ തൊടണം, പിന്നെ ലൈൻ തൊടണം. ലൈൻ തൊടുകയല്ല, ഈ 3 എണ്ണം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഹൊറിസോണ്ടലിൽ തൊടുക, എന്നിട്ട് ഇതൊരു 0ലേക്ക് ആക്കുക. കറക്റ്റ് 0. ഇവിടെ 0 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ആദ്യം -10 കിടക്കണം, അത് 0ലേക്ക് ആക്കുക. അതിനുശേഷം നിങ്ങളിത് ഇവിടെ ഈ ലൈനിൻ്റെ കളറ് ബ്ലാക്ക് ആക്കുക കേട്ടോ. നിങ്ങളുടെ ഇത് ബ്ലാക്ക് ആക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിൻ്റെ തിക്നെസ് ഉണ്ട്, ഈ ലൈനില്ലേ, അതിൻ്റെ തിക്നെസ് ഇത്തിരി ഒന്ന് കുറയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് വെച്ചിട്ട് കുറയ്ക്കുക കേട്ടോ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെയ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, അതൊരു കുറച്ചൊരു ഏകദേശം ഒരു 50 വെക്കുക കേട്ടോ. അതിന് ശേഷം ഇവിടെ തൊടുക. സോറി, ഇവിടെ തൊട്ടു. അപ്പോൾ ഇപ്പോൾ ഇത് ഇത്തിരി ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഇത് ഓട്ടോ ലൈന് ഇടണേ ആട്ടോ, ഇത് പിക്സാർട്ട്. അതുകൊണ്ട് ഫുള്ള് ലൈൻ വരില്ല, പക്ഷെ കുറച്ച് ഭാഗത്ത് മാത്രമേ ലൈൻ വരുള്ളൂ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഈ എഫക്ട്സിൽ തൊടുക. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അറ്റത്തേക്ക് പോവുക, എന്താ റൈറ്റിലേക്ക് പോവുക. റൈറ്റിലേക്ക് ഒന്ന് ഇങ്ങനെ ആക്കുക. അതിന് ശേഷം നിങ്ങളിത് ഈ മാജിക്കിൻ്റെ സെക്ഷനിൽ പോവുക. അപ്പം ഞാൻ മാജിക്കിൻ്റെ സെക്ഷനിൽ തൊട്ടു. അതിന് ശേഷം വീണ്ടും ഇങ്ങോട്ടൊന്ന് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകുക റൈറ്റിലേക്ക്. എന്നിട്ട് ഇങ്ങ് കുറേ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിയോൺ പോപ്പ് എന്ന് പറയുന്നൊരു ഇത് കാണാവുന്നതാണ്. നിയോൺ പോപ്പ് നിങ്ങൾ അതിൽ തൊടുക. അതിനുശേഷം ഇതിങ്ങനെ ഇരിക്കും. വീണ്ടും ഈ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതിൽ തൊടുക കേട്ടോ. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ട് അതിൽ തൊട്ടിട്ട് എന്താ ഇതിൽ തൊടുക, ഈ 3 സംഭവത്തിൽ. ഇപ്പം ഞാൻ തൊട്ടു, അന്നേരം ഇത്തിരി കളർഫുള്ളാവും. എന്നിട്ട് നിങ്ങളിത് ഈ ഫെയ്ഡ് ഇല്ലേ, അത് ഇവിടം വരെയൊക്കെ ആക്കും, ഒരു 50 വരെയൊക്കെ. സോറി, ഇത്തിരി കൂടിപ്പോയി. 50 അല്ല, ഒരു 60 വയ്ക്കും. ഞങ്ങൾക്ക് ചെയ്യണ പോലെ 70 മതി. അപ്പോൾ 70 ചെയ്തിട്ട് ഇവിടെ ഒരു ടിക്കിൻ്റെ ഒരു സൈൻ ഉണ്ടാവും, നിങ്ങൾ അതിലൊന്ന് തൊടുക. അന്നേരം ഇത്തിരി കാർട്ടൂണിഷ് ടൈപ്പ് ആകും. വെക്ടറിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഒരു കാർട്ടൂണിഷ് ടൈപ്പ്. അപ്പോൾ അതെ, വെക്ടറിൻ്റെ ഞാനിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടെ എഫക്ട്സിൽ തൊടുക. ഞാനൊന്ന് തൊടട്ടെ. തൊട്ടു. അതിന് ശേഷം നിങ്ങൾ വീണ്ടും റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് പോട്ടെ. സോറി, എന്നിട്ട് കളർ ബ്രൈറ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ട് ഈ പപ്പിയുടെ. ഇങ്ങനെ ഇതൊന്ന് ലോഡാവട്ടെ. ഇത്തിരി വൈഫൈന് ഇത്തിരി സ്ലോ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. സ്ലോ അല്ല, ആ മുറി വേറെ. എന്നിട്ട് വീണ്ടും ഇതിലേക്കൊന്ന് തൊടുക. എന്നിട്ട് ഇതിങ്ങനെ ആക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഫെയ്ഡിൻ്റെ ഇതില്ലേ, അതൊരു വീണ്ടും ഒരു 60ലേക്കൊക്കെ ആക്കി വയ്ക്കുക കേട്ടോ. 60 മതി. ഇത് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഈ ടിക്കിൽ തൊടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി ഇവിടെ ഈ കളറില്ലേ, ബ്രൈറ്റ്നെസ് ഇല്ലേ, ഷെയ്ഡിങ്, അത് ഇത്തിരിയും കൂടെ കറക്ഷൻ വരും. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും എഫക്ട്സിൽ തൊടുക. എന്നിട്ട് വീണ്ടും ഒന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുക. റൈറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്നിട്ട് ജിയോയിഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ. ഇത് ജിയോയിഡ് താഴെ ഇത് കാണാൻ തന്നെ ഒരാണിങ്ങനെ തലമുടിയുള്ളതാണ് ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ നടുവിലത്തെ ഇതിലേക്കൊന്ന് തൊടുക. എന്നിട്ട് വീണ്ടും ഈ 3 സർക്കിളിലേക്കൊന്ന് തൊടുക. അതിന് ശേഷം ഫെയ്ഡ് ഇത് 90-ലാട്ടോ ആക്കേണ്ടത്. 90-ലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ടിക്കിലൊന്ന് തൊടുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വല്ല നമ്മൾ കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ വാട്ടർ കളർ കൊണ്ട് വരയ്ക്കുമ്പോൾ ഇത്തിരി ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആവില്ല, അതുപോലത്തെ ഒരു ഇത്തിരി കളറിൻ്റെ ഡിഫറൻസാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ഓപ്ഷണലാട്ടോ ആ സംഭവം. അതിന് ശേഷം ഇത് എഫക്ട്സിൽ പോകുക. വീണ്ടും എഫക്ട്സിലേക്ക് പോകുക. കുറേ എഫക്ട്സിൻ്റെ സംഭവങ്ങളുണ്ട്. എന്നിട്ട് ഇതിങ്ങോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുക. എന്നിട്ട് ഇവിടെ സോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ. സോൾ എന്ന് പറയണ ഇതെന്തൊരു കൂളിംഗ് ഗ്ലാസ് ഇട്ട പെണ്ണിൻ്റെ ഈ സോളിൽ തൊടുക. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ലോഡാവട്ടെ കേട്ടോ. ലോഡായതിന് ശേഷം ഇതിൽ തൊടുക കേട്ടോ. ഇതിൽ ആ സംഭവത്തിൽ തൊടുക. ഞാൻ ആദ്യമൊക്കെ തൊട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ വീണ്ടും ഈ 3 എണ്ണത്തിൽ ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊരു 60 വയ്ക്കുക കേട്ടോ. കറക്റ്റ് 60.
അന്നേരം ഇത്തിരിയും കൂടെ 60 വേണ്ട, ഒരു 75 അല്ല 76, കുഴപ്പമില്ല, കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല, 79 വയ്ക്കുക. എന്നിട്ട് വീണ്ടും ടിക്ക്, അയ്യോ അറിയേണ്ട നോട്ടിഫിക്കേഷൻ തുറന്നു പോയി. എന്നിട്ട് ടിക്കിൽ തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇനി അവസാനത്തെയാണ് ഏറ്റവും OP, വീണ്ടും എഫക്ട്സിൽ വിടുക. എന്നിട്ട് വീണ്ടും ഈ 100 എന്ന് പറയണ ഇതില്ലേ എഫക്റ്റ്, അതിൽ തൊടുക കേട്ടോ. ഇത്തിരി ഒന്ന് ലോഡാവട്ടെ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളറൊക്കെ മാറി വീണ്ടും ഇതിലേക്ക് തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തൊടുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെയ്ഡ് നല്ലോണം കൂട്ടി വയ്ക്കുക. ഇതൊരു 90 ആട്ടോ വെക്കണ്ടേ. എന്നിട്ട് ടിക്ക് കൊടുക്കുക. നേരെ നിങ്ങളുടെ ഇത് വെക്ടർ ആർട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്ന പാക്കാണെങ്കിൽ ഫുള്ള് PNG ആണ് കേട്ടോ. നിങ്ങളിത് കട്ടൗട്ട് ചെയ്യണം. ഞാൻ കട്ടൗട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതിൽ അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം എങ്ങനെ കട്ടൗട്ട് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ അറിയുമെങ്കിൽ നിങ്ങൾ കട്ടൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തോ. ഞാനിത് ഗെയിമിംഗ് വിത്ത് പ്രണവിൻ്റെ ഇതും കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ തുണിയില്ല, സ്കാർഫും പിന്നെ ഇതിൽ മുടി വേറെയാ. സോറി, ഇത് ക്യാപ്പാണ്, ഇതിൽ മുടിയാണ് വേണ്ടത് ഗെയിമിംഗ് വിത്ത് പ്രണവിൻ്റെ. പിന്നെ എനിക്കിത് കറക്റ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത് കറക്റ്റ് ആയില്ലാത്ത. ഇത് ഇങ്ങനത്തെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കട്ടൗട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഒരു പാക്ക് തരും അടുത്ത പാർട്ടിൽ. നിങ്ങൾ ആ പാക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇതുണ്ടാകും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊന്ന് തൊടുക കേട്ടോ. ഇതിൽ തൊടുക. സോറി ഇതിലല്ല തൊടണ്ടേ. നിങ്ങൾ അതിലൊന്ന് തൊട്ടിട്ട് നിങ്ങൾ ഇവിടെ സേവ് എന്ന് പറയുന്നത് ബ്ലാക്ക് കട്ട സേവ് എന്ന് പറയുന്ന ഇതുണ്ട്, അതിലൊന്ന് തൊടുക. എന്നിട്ട് ഈ സേവിൽ തൊടുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗാലറി എന്ന് പറയണ സേവ്ഡ് ടു ഗാലറി ഡണ്ണ് കൊടുക്കുക. പിന്നെ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഫസ്റ്റ് പാർട്ട്. അപ്പം നിങ്ങൾക്ക് ഇവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ.